ഹരേ കൃഷ്ണ. ശ്രീ രാധാനീലം മാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തിരവനചാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തിരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ രാധ മാധവ രാധേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമായി ജയ സുദർശന. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ 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 പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ 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 ഗുരുദേവ് 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 ജയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീം. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തില് 8-ാം അധ്യായം കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ. അതില് 25-ാമത്തെ ശ്ലോകമാണ്. വിപതാ സന്തുതാ ശശ്വൽ തത്ര തത്രാ ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാത് അപ്പുനർഭവദർശനം. വിപതാ സന്തുതാ ശശ്വത്
തത്ര തത്രാ ജഗദ്ഗുരോ ഭവതോ ദർശനം യൽ സ്യാത് അപ്പുനഃ ഭവദർശനം വിപദാ സന്തു താ ശശ്വത് തത്ര തത്രാ ജഗദ്ഗുരോ ഭവതോ ദർശനം യൽ സ്യാത് അപ്പുനർഭവദർശനം. വാക്കർത്ഥം വായിക്കാം. വിപത്ത ആപത്തുകൾ, സന്തു സംഭവിക്കട്ടെ, താ എല്ലാ, ശശ്വൽ വീണ്ടും വീണ്ടും, തത്ര അവിടെ, തത്ര അവിടെയും, ജഗദ്ഗുരോ അല്ലയോ ജഗത്പതിയെ, ഭവത അങ്ങയുടെ, ദർശനം ദർശനം, യൽ അത്, സ്യാൽ ആകുന്നു, അപ്പുന ആവർത്തിക്കുന്നില്ല, ഭവദർശനം ജനന മരണ ചക്രങ്ങൾ ആവർത്തിച്ച് ദർശിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: അത്തരം മഹാവിപത്തുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയെ വീണ്ടും വീണ്ടും ദർശിക്കാനാവുകയുള്ളൂ. ഭഗവാനെ ദർശിക്കുക എന്നാൽ ജനന മരണ ആവർത്തന ചക്രത്തിൽ നിന്നുള്ള മോചനം എന്നാണ് അർത്ഥം. ഭാവാർത്ഥം: സാധാരണഗതിയിൽ ധർമ്മപ്രവൃത്തികൾ നിർവഹിച്ച ഭാഗ്യ വിപര്യരായവർ, ആവശ്യക്കാർ, ബുദ്ധിമാന്മാർ, ജിജ്ഞാസുക്കൾ തുടങ്ങിയവരാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ഏതു വർണ്ണാശ്രമങ്ങളിൽ ഉള്ളവരായാലും മായാശക്തിയാൽ നയിക്കപ്പെടുന്ന പക്ഷം അവർക്ക് പരമപുരുഷനെ സമീപിക്കാനാവില്ല. ഭഗവത് ഭക്തനായ ഒരുവന് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമതകൾ ഉണ്ടായാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. ഭഗവത് പാതാരവിന്ദങ്ങളെ സദാ സ്മരിക്കുക എന്നാൽ പുനരാവർത്തി ദോഷത്തിൽ നിന്നുള്ള മോചനത്തിന് പരിശീലനം നടത്തുന്നുവെന്നർത്ഥം. ആകയാൽ വൈഷമ്യഘട്ടങ്ങളെ നാം സ്വാഗതം ചെയ്യണം. എന്തെന്നാൽ അവ മോചനത്തെ അർത്ഥമാക്കുന്ന ഭഗവത് സ്മരണത്തിനുള്ള അവസരം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അജ്ഞതയാകുന്ന മഹാസാഗരത്തെ തരണം ചെയ്യാൻ അത്യന്തം ഉചിതമായി അംഗീകരിച്ചിരിക്കുന്ന ഭഗവത് പാദാഭുജങ്ങളെ അഭയം പ്രാപിച്ച ഒരാൾ കാളക്കുളമ്പാൽ സൃഷ്ടിക്കപ്പെട്ട ലഘുഗർഭത്തെ മറികടക്കുന്ന ലാഘവത്തോടെ മോക്ഷം പ്രാപിക്കുന്നു. അത്തരം വ്യക്തികൾ ഭഗവത് ധാമത്തിൽ വസിക്കുവാൻ യോഗ്യരാകുന്നു. ആകയാൽ അവർക്ക് ഓരോ ചുവടിലും ആപത്ത് പതിയിരിക്കുന്ന സംഘത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. ദുരിത സമ്പൂർണമായ ഉത്കണ്ഠാവഹമായ സ്ഥലമായി ഈ ഭൗതിക ലോകത്തെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉദ്ഘോഷിച്ചിരിക്കുന്നു. ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവം തന്നെ ദുരിത സമ്പൂർണമാണെന്ന് മനസ്സിലാക്കാത്ത ആത്മജ്ഞാനികൾ ആ വിഷമതകളെ ശരിപ്പെടുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. വിപത്തുക്കളുടെ ലാഞ്ചന പോലുമില്ലാത്ത പരമാനന്ദ സമ്പൂർണമായ ഭഗവത് ധാമത്തെക്കുറിച്ചുള്ള യാതൊരു അറിവും അവർക്കില്ല. ആകയാൽ ഏതു സാഹചര്യത്തിലും നിശ്ചയമായും സംഭവിക്കാവുന്ന ലൗകിക അപകടങ്ങളിൽ പ്രക്ഷുബ്ധൻ ആകാതെ ഇരിക്കുകയാണ് ബുദ്ധിയായ ഒരാളുടെ കർത്തവ്യം. ഒഴിച്ചുകൂടാനാകാത്ത എല്ലാവിധ നിർഭാഗ്യങ്ങളെയും സഹിച്ചുകൊണ്ട് ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് മുന്നേറുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഭൗതികമായ എല്ലാ ഭീഷണങ്ങൾക്കും അതീതമാണ് ആ ശരീരാത്മാവ്. ആകയാൽ വിപത്പൂർണങ്ങൾ എന്നറിയപ്പെടുന്നവയൊക്കെ മിഥ്യയാണ്. സ്വപ്നത്തിൽ ഒരു കടുവ തന്നെ ഭക്ഷിക്കാൻ വരുന്നത് കണ്ട് ഒരാൾ നിലവിളിച്ചേക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ കടുവയില്ല. ആകയാൽ അവിടെ വിപത്തുമില്ല, അത് വെറും സ്വപ്നം മാത്രമാകുന്നു. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളെയും സ്വപ്നം എന്ന് വിശേഷിപ്പിക്കാം. ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെടാൻ തക്കവണ്ണം ഭാഗ്യം സിദ്ധിച്ച ഒരാൾക്ക് അത് സർവദാ നേട്ടമാകുന്നു. നവവിധങ്ങളായ ഏതു ഭക്തിയുത സേവനത്തിലൂടെയും ഭഗവാനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് നിശ്ചയമായും ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുന്ന പാതയിലേക്കുള്ള കാൽവയ്പാകുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസായ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ. നമ്മൾ 8ാമത്തെ അധ്യായത്തില് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ, അത് 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെയാണ് ഇവിടെ
പറഞ്ഞിരിക്കുന്നത്. അപ്പോ 18-ാമത്തെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഈ 25-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. 18-ാമത്തെ ശ്ലോകത്തില് ശരിക്കും കുന്തിദേവി ഭഗവാന്റെ പൊസിഷൻ സ്തുതിച്ചുകൊണ്ടാണ് കുന്തി മഹാറാണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ്, പുരുഷം ത്വാ ആദ്യം ഈശ്വരം, അല്ലെ, പരമ ദിവ്യോത്തമ പുരുഷനാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തിദേവി സ്തുതി ആരംഭിക്കുന്നത്. ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ പെടുന്നില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തർവർത്തിയായും ബാഹ്യവർത്തിയായും ഭഗവാൻ നിലകൊള്ളുന്നു. എങ്കിലും അങ്ങ് എല്ലാവർക്കും സർവർക്കും അദൃശ്യനാണ് എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. 19-ാമത്തെ ശ്ലോകത്തില് കുന്തി മഹാറാണി പറയുന്നു, അങ്ങ് അധോക്ഷജൻ ആണ്, അങ്ങ് അതീന്ദ്രിയനാണ്. അതായത് എല്ലാ ഭൗതിക കാഴ്ചപ്പാടുകൾക്കും മുകളിലാണ് അങ്ങെന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. അപ്പോ ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഒരു കർട്ടൻ ഇടുകയാണ്, ഒരു ഡ്രാമ ചെയ്യുന്നത് പോലെ കർട്ടൻ ഇടുകയാണ്. കാരണം അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല, അല്ലെ. അപ്പോ ഭഗവാൻ അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് അങ്ങയെ തന്നെ അങ്ങ് മറക്കുകയാണ്, അല്ലെ. ഭഗവാൻ അവതരിക്കുന്നത് പല രൂപത്തിലാണ്, അത് പലർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധൻ ലീല, പൂതന മോക്ഷം, അങ്ങനെയുള്ള ലീലകളൊക്കെ ഭഗവാന്റെ ഭക്തർക്ക് മനസ്സിലാവും, ചിലർക്കത് മനസ്സിലാവില്ല. അത് പ്രഭുപാദ് പറയുന്നുണ്ട്, അവിജാനാന്തി മൂഢ മാനുഷ്യം തനുമാശ്രിതം. അതായത് നമ്മെ പോലെയുള്ള മൂഢന്മാർക്കും അല്ലെങ്കിൽ ദുര്യോധനൻ പോലുള്ള ആൾക്കാർക്കും ഭഗവാനെ മനസ്സിലാവില്ല, അല്ലെ. മൂഢന്മാർക്ക് എല്ലാത്തിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിയില്ല എന്നാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. 20-ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താ വെച്ചാല്, കുന്തി മഹാറാണിയുടെ വിനയത്തെയാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. കുന്തി മഹാറാണി പറയാണ്, പരമഹംസരെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങ് എല്ലാം ചെയ്യുന്നു. അപ്പോ പരമഹംസർക്ക് എല്ലാം മനസ്സിലാവും എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. എന്നിട്ട് കുന്തി മഹാറാണി പറയുന്നു, ഞാൻ വെറും ഒരു സ്ത്രീയാണ്, അല്ലെ. അതാണ് കുന്തി മഹാറാണിയുടെ വിനയം എന്ന് എടുത്തു പറയുന്നത്. എനിക്ക് അങ്ങയെ പൂർണ്ണമായും എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും, അല്ലെ. ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനെ മനസ്സിലാകും. അപ്പോ കുന്തി മഹാറാണി ഭഗവാന്റെ കാരുണ്യത്തിന്റെ പാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തയാണ് കുന്തി മഹാറാണി. അതുപോലെ പ്രഹ്ലാദ് മഹാരാജിന്റെ കാര്യമെടുത്താലും ധ്രുവ മഹാരാജിന്റെ കാര്യമെടുത്താലും എല്ലാം അത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഭഗവാനെ സ്തുതിക്കാൻ കഴിയും എന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഓരോ പ്രശ്നം വരുമ്പോഴും മഹാകാരുണ്യം എന്നേ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 21-ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആയ, ശരിക്കും പറഞ്ഞാൽ വേൾഡ് ഫേമസ് ശ്ലോക എന്ന് തന്നെ പറയാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഇതിലെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഞാനിത് ലെക്ചറിൽ കേട്ടതാണ്. ഇതിൽ എന്തുകൊണ്ട് യശോദമയിയുടെ പേര് പറയുന്നില്ല? ദേവകീ നന്ദനായ ച നന്ദകുമാരായ ദേവായ ഗോവിന്ദായ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെ. അപ്പോ നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്, കാരണം വൃന്ദാവനത്തില് യശോദമ്മയ്ക്ക് വേറെയും ഒരു പേരുണ്ടായിരുന്നു. അപ്പൊ ഈ ദേവകി എന്ന് ഉദ്ദേശിക്കുന്നത് യശോദമ്മയി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആചാര്യന്മാരായ വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറും ജീവഗോസ്വാമിക്കും ഒക്കെ വൃന്ദാവനം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അവർക്കൊക്കെ വൃന്ദാവനം അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സീക്രട്ട് ആയിട്ടുള്ള അർത്ഥം ഹംസത്തെ പോലെ ഈ മഹത് വ്യക്തികൾ ചികഞ്ഞെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോ ശുകദേവ ഗോസ്വാമി ദേവകി നന്ദൻ എന്ന് വിളിക്കുന്നത് ശരിക്കുമുള്ള ദേവകി മാത അല്ല ഉദ്ദേശിക്കുന്നത്, യശോദമയ്യയാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കുന്തി മഹാറാണി വൃന്ദാവനത്തിൽ ദാമോദര ലീലയും കണ്ടിട്ടുണ്ടെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും പാണ്ഡവർക്കും കുന്തി ദേവിക്കും ഒക്കെ വൃന്ദാവനമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് തോന്നും, അല്ലെ. പക്ഷേ ബന്ധം ഉണ്ട് എന്നാണ് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. കാരണം അത് അവർക്ക് മാത്രമേ, അത് ഉള്ളില് ഡീപ്പായിട്ട് അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, നമുക്ക് ശ്രീമദ് ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും പ്രഭുപാദ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആചാര്യന്മാരിൽ കൂടെയാണ് നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കുന്തി സ്തുതി എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. കാരണം കുന്തി മഹാറാണി സ്പെഷ്യലാണ്, അല്ലെ. അപ്പോ കുന്തി മഹാറാണിയുടെ ഈ സ്തുതി ഭാഗവതത്തിൽ വന്നതിന് കാരണം തന്നെ വൃന്ദാവന കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ശ്രീല പ്രഭുപാദര് ദിവസവും കുന്തിസ്തുതി ചൊല്ലാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് 22. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രേ. അതില് കുന്തി ദേവി, ശ്രീല പ്രഭുപാദിന്റെ പോപ്പറ്റിൽ അവസാനം നമുക്ക് നോക്കിയാൽ കാണാം, കുന്തി ദേവി ഭഗവാന്റെ അമ്മായി, അതായത് അച്ഛന്റെ സഹോദരിയാണ്. അതുകൊണ്ട് കുന്തി മഹാറാണി സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് ഭഗവാന്റെ പാദം തൊട്ട് തൊഴാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആദ്യം അറിയില്ല അല്ലെ, കാരണം ആദ്യം നമ്മൾ പോയിട്ട് ഭഗവാന്റെ മുഖമായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാന് എന്ത് തോന്നും, ഭഗവാന് ലജ്ജ തോന്നും എന്നത് കരുതിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാതാരവിന്ദങ്ങളിൽ നിന്നും ഭഗവാനെ ദർശിക്കുന്നതിന് പകരം പാദങ്ങൾക്ക് മുകളിൽ, അതായത് അരക്കെട്ട് മുതൽ ഭഗവാനെ വീക്ഷിക്കാൻ ആരംഭിച്ച് ഉത്തരോത്തരമായി വന്ദനം ദർശിച്ച് പിന്നെ താഴോട്ട് പാദങ്ങളെ ദർശിക്കുന്നു എന്നാണ് ശ്രീല പ്രഭുപാദിന്റെ പോപ്പറ്റിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ 23-ാമത്തെ ശ്ലോകവും അതിലെയും വളരെ പവർഫുൾ ആയിട്ടുള്ള പോപ്പറ്റാണ്. ദേവകി മാതായോട് ഉള്ളതിനേക്കാൾ കുന്തി മഹാറാണിയോട് അത്യധികം ദാക്ഷിണ്യം കാണിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ദേവകി മാതയ്ക്ക് സംരക്ഷണത്തിന് ദേവകി മാതയുടെ ഭർത്താവ് കൂടെയുണ്ട്. പക്ഷെ കുന്തി മഹാറാണിയുടെ സ്ഥിതി അതല്ലായിരുന്നു. കുന്തി മഹാറാണി വിധവയായിരുന്നു അല്ലെ. അപ്പൊ അമ്മയ്ക്ക് മക്കളില്ലാതെ പറ്റില്ല. ആവശ്യം വന്നപ്പോഴൊക്കെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ മഹാകാരുണ്യം ഭക്തർക്ക് കൊടുക്കുന്നു. അപകടങ്ങളിൽ ഇരിക്കുന്ന ഭക്തർക്ക് അത് കൂടുതൽ കൂടുതൽ കെയർ ആയിട്ട് കൊടുക്കുന്നു ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ മഹാകാരുണ്യത്തിന് പാത്രമായിട്ടുള്ളവരെ അവരിൽ നിന്ന് ഞാൻ എല്ലാം എടുക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തില് 10-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 88-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്. ഭക്തർ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ആൾക്കാർക്ക്, അതായത് സോക്കോൾ ഡിവോട്ടീസ് ആണെങ്കിൽ അവർക്ക് വരുന്നതെല്ലാം കർമ്മഫലമാണ്. അപ്പോ ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. ആ അടുപ്പമാണ് ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ അടുക്കാൻ വേണ്ടി എന്ത് സിറ്റുവേഷൻ ആണോ ഭഗവാൻ തരുന്നത് അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തൻ. അത് തന്നെയാണ് നമ്മുടെ പാണ്ഡവരും കുന്തി മഹാറാണിയും ഒക്കെ. അപ്പോ അകിഞ്ചൻ ആകുന്ന അവസ്ഥയാണേലും അല്ലെങ്കിൽ കുബേരനാകുന്ന അവസ്ഥയാണേലും അത് കൂടുതൽ ഭഗവാനിൽ അടുക്കാനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മൾ അകിഞ്ചന്റെ കാര്യം പറയുമ്പോൾ പാണ്ഡവരുടെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കുബേരന്റെ കാര്യം പറയുകയാണെങ്കിൽ അംബരീഷ് മഹാരാജാവിന്റെ ഉദാഹരണമാണ് നമ്മളിവിടെ പറയുന്നത്. അദ്ദേഹം ധനികനാണ്, ഒരു മഹാരാജാവാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ സമയം വേസ്റ്റ് ചെയ്തിരുന്നില്ല അല്ലെ. സദാസമയവും ഭഗവാനെ ഓർത്തുകൊണ്ടേയിരുന്നു. എക്സ്ട്രീമാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ 24-ാമത്തേതും അതുപോലെ തന്നെ കുന്തി മഹാറാണി പറയാണ്, ഒരുപാട് തവണ ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു അല്ലെ. അശ്വത്ഥാമാവിന്റെ വിനാശകരമായ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു എന്ന് കുന്തി മഹാറാണി പറയുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് നമുക്ക് ഇന്നത്തെ ശ്ലോകം ചർച്ച ചെയ്യാനുള്ളത്. വിപത സന്തുത ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം നിസ്യ പുന അപ്പുന ഭവ ദർശനം. അവിടെ ഇത് വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടന്റ്, മനോഹരമായ ഒരു ശ്ലോകമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കുന്തി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രിയപ്പെട്ട കൃഷ്ണ, ദ്രൗപദി വലിയൊരു സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ടു, അനാദരവ് കാണിച്ചു ദ്രൗപദിയോട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യം. എന്റെ പുത്രൻ ഭീമന് വിഷം കൊടുക്കാൻ ശ്രമിച്ചു അല്ലെ. വനവാസത്തിനിടയ്ക്ക് എന്റെ മക്കൾ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എന്നാലും എന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വിപത്തുകൾ തരൂ എന്ന് കുന്തി ദേവി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ആ വിപത്തുകൾ അല്ലെങ്കിൽ ആ ദുഃഖങ്ങൾ വരുമ്പോൾ എപ്പോഴും അങ്ങ് പ്രൊട്ടക്ഷനായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമല്ലോ എന്നാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുക. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ ആരും തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ആരും പ്രാർത്ഥിക്കുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുണ്ടോ അല്ലെ? നമുക്ക് അങ്ങനത്തെ ധൈര്യം വരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഭഗവാനിലെ സറണ്ടർ ചെയ്തിട്ടില്ല.
അപ്പൊ അത്രമാത്രം കോൺഷ്യസ്നെസ്സും വിശ്വാസവും ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് ഇവിടെ കുന്തിദേവി പറയുന്നത്, അല്ലെ. ഭക്തർ പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ കേൾക്കും. പിന്നെ ഗൗരലീലയില് വാസുദേവദത്ത, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയില് വാസുദേവദത്ത ഇതുപോലൊരു പ്രസ്താവനയില് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എല്ലാ ജീവസത്തകളെയും മുക്തരാക്കാൻ വേണ്ടിയിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അവർ മോചിക്കപ്പെടാൻ അയോഗ്യരാണെങ്കിൽ കൂടി അവരുടെ എല്ലാ പാപ പ്രതികരണങ്ങൾ ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്നും ഭഗവാൻ അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി എല്ലാ ക്ലേശങ്ങളെയും ഞാൻ സ്വയം സഹിച്ചു കൊള്ളാമെന്നും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ പര ദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ വളരെയധികം ദുഃഖിക്കുന്നവൻ എന്നാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. അപ്രകാരം ഒരു വൈഷ്ണവൻ മനുഷ്യ സമൂഹത്തിനും യഥാർത്ഥ ക്ഷേമത്തിനും വേണ്ടിയുള്ള കർമ്മങ്ങളിൽ മുഴുകുന്നു. അപ്പോ ഞാൻ ജന്മജന്മാന്തരം നരകത്തിൽ പോയി അനുഭവിക്കാൻ തയ്യാറാണ്. അത് കേട്ടപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ സന്തോഷമായി. വെറുതെ അദ്ദേഹം എക്സ്റ്റേണലി പറഞ്ഞതല്ല, അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അതാണ് ഇവിടെ കുന്തി മഹാറാണിയുടെയും ഉദാഹരണം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ കണക്റ്റഡ് ആണ്. മേൽപ്പത്തൂർ അദ്ദേഹം ഗുരുവിന്റെ അസുഖം അല്ലെ വാതരോഗം വന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞാൻ എല്ലാം ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ശരണാഗതി പ്രാപിച്ചവർക്ക് മാത്രമേ, ശുദ്ധഭക്തർക്ക് മാത്രമേ ഇത് പ്രാർത്ഥിച്ചാൽ നടക്കുകയുള്ളൂ. അപ്പൊ നമ്മള് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചാൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് നമ്മളെ പോലുള്ള ഇമ്മച്യൂർ ആയിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെ. അത്രത്തോളം മെച്യൂർ ആയിട്ടുള്ള ഭക്തരായതുകൊണ്ട് അത് അവർക്ക് അങ്ങനെ സാധിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തില് കുന്തി മഹാറാണി പറയുന്നു, എല്ലാ വിപത്തും നടന്നപ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും അവർക്ക് വേണ്ട, അല്ലെ. ഇവിടെ കാണുന്ന വിപത്തുക്കളൊക്കെ വളരെ നിസ്സാരമാണ്. കുന്തിദേവി പറയുന്നു, അങ്ങ് ഞങ്ങളെ ഒരുപാട് തവണ രക്ഷിച്ചു, ഒരുപാട് കാലം ഫിസിക്കലായി ഞങ്ങളോടൊപ്പം അങ്ങുണ്ടായിരുന്നു, എല്ലാ സമയത്തും രക്ഷിക്കാനായി വന്നിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഭഗവാൻ തന്നെയാണ് അവരെ രക്ഷിച്ചിട്ടുള്ളത്. കുന്തിദേവി വളരെ സന്തോഷത്തോടുകൂടി പറയാണ്, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയതുപോലെ മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത് സത്യമാണ്. യുധിഷ്ഠിര മഹാരാജാവിനോട് നാരദമുനിയും പറയുന്നുണ്ട്, നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്തവർ ആരും ഉണ്ടായിട്ടില്ല, എല്ലാ സിറ്റുവേഷനിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന പോലെ, സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു കുന്തി മഹാറാണിയെ ഭഗവാൻ കണ്ടിരുന്നത് എല്ലാം കൊണ്ടും. അപ്പോ ഭൗതികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു, പക്ഷേ അവരെ പോലെ ഭാഗ്യം ചെയ്തവർ ആരും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ സുപ്രീം മേഴ്സി വരുമ്പോഴാണ് ഭഗവാൻ എല്ലാം കൊണ്ടുപോകുന്നത്. നമ്മളത് കണ്ടു. അതായത് ഭൗതികമായ എല്ലാ അറ്റാച്ച്മെന്റും മാറ്റുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് പാണ്ഡവരുടെ കാര്യം. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു, അല്ലെ. ഒരു ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അവര് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? 100% അവര് ശരണാഗതി പ്രാപിച്ചിരുന്നു. അവർക്ക് അതുകൊണ്ട് ഭയം തീരെയും ഇല്ലായിരുന്നു. ആ ശരണാഗതി ആയതുകൊണ്ട് ഭഗവാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദശമസ്കന്ധത്തില് ഭഗവാന്റെ സഹസുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഗോപികമാർ, അവരുടെ ലീലകൾ, ഭഗവാന്റെ ലീലകൾ എല്ലാം ഉണ്ട്, അല്ലെ. അപ്പൊ 10th കാൻഡോ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ക്രീം തന്നെയാണ്. പക്ഷേ പ്രഥമ സ്കന്ധത്തിൽ വരുന്ന ഭഗവാന്റെ ശുദ്ധഭക്തരും അവരുമായുള്ള ഭഗവാന്റെ ഇന്ററാക്ഷൻസും, അതായത് ഇങ്ങനെയുള്ള സ്തുതികൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദശമസ്കന്ധം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രഥമസ്കന്ധവും. അതായത് ഭീഷ്മസ്തുതി, കുന്തി സ്തുതി എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പഠിക്കാനുള്ള, നമ്മൾ അതിൽ നിന്നും ഒരുപാട് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നത്. അപ്പോ ശ്രീല പ്രഭുപാദിന്റെ പോപ്പട്ടിൽ പറഞ്ഞിട്ട്, ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവർക്ക് ഈ കലാമിറ്റീസ് എല്ലാം ഒരു സ്വപ്നം കാണുന്ന പോലെയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നത്, സ്വപ്നത്തിൽ ഒരു കടുവ ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു പുലി ഓടിക്കുന്നു, അത് സ്വപ്നമാണ്, അല്ലെ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവിടെ കടുവയോ പുലിയോ ഒന്നും തന്നെ ഇല്ല, അത് വെറും സ്വപ്നം. ആകയാൽ അവർക്ക് വിപത്തും ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള
ഉദാഹരണങ്ങളും ഭക്തരും ക്യാരക്ടേഴ്സും ഒക്കെ ശ്രീമദ് ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഒക്കെ മെച്യൂരിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ കുന്തി സ്തുതി എന്ന് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുന്തി മഹാറാണിയുടെ ശരണാഗതിയാണ്. കുന്തി മഹാറാണിയെ പോലൊരു ഭക്ത ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടും അത് ആ ഭഗവാനോടുള്ള വിശ്വാസവും സ്നേഹവും പൂർണ്ണമായി ശരണാഗതി പ്രാപിച്ച അവസ്ഥയും നമുക്ക് പഠിക്കാവുന്നതാണ്, അല്ലെ? നമ്മളത് റിപ്പീറ്റഡ്ലി പഠിക്കണം, വായിക്കണം, എന്നിട്ട് നമ്മളത് അനലൈസ് ചെയ്യണം, അല്ലെ? നമുക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പാണ്ഡവരെ പോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കുന്തി ദേവിയെ പോലെ ആ അമ്മ ഫേസ് ചെയ്തതുപോലെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ദ്രൗപദിക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കുന്നുണ്ടോ? പ്രഹ്ലാദ് മഹാരാജ്, ധ്രുവ മഹാരാജ് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നേരിട്ടവരാണ് ഇവരൊക്കെ, അല്ലേ? അവർ സദാസമയം ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുന്നു, ശരണാഗതി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രശ്നങ്ങളായിരുന്നില്ല. ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലേ, എന്താണ്? നമ്മൾ ഒരുപാട് ദൂരം ഇനിയും പോകേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശരണാഗതിയിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹരിഭക്തി വിലാസത്തിൽ ശരണാഗതിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആനുകൂലസ്യ സങ്കല്പ പ്രാതികൂലസ്യ വർജനം രക്ഷിഷ്യതീതി വിശ്വാസോ ഗോപ്തൃത്വേ മരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. അതിലെ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഭക്തിയുത സേവനത്തിന് അനുകൂലമായവയെല്ലാം സ്വീകരിക്കുക. അതെന്താണ്? ആനുകൂലസ്യ സങ്കല്പ, പ്രാതികൂലസ്യ വർജനം, പ്രതികൂല ആയിട്ടുള്ളതെല്ലാം വർജിക്കുക. രക്ഷിഷ്യതീതി വിശ്വാസോ, ഭഗവാൻ സംരക്ഷണം നൽകുമെന്ന ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഗോതൃപ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭഗവാനെ തൻ്റെ രക്ഷകർത്താവ് അല്ലെങ്കിൽ യജമാനനായിട്ട് സ്വീകരിക്കുക. ആത്മനിക്ഷേപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ ആത്മസമർപ്പണം, ശരണാഗതി. ആറാമത്തത് കാർപ്പണ്യ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റിക്ക് ഞാൻ ഒരു സ്റ്റോറി, ഒരു പാസ്റ്റ് ടൈം ഫോർത്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പിന്നാലെ ചൊല്ലാം. അപ്പൊ ആനുകൂലസ്യ സങ്കല്പ, ശരിക്കും അനുകൂലമായിട്ടുള്ളവ സ്വീകരിക്കുക. ഗുരു എന്താണോ പറയുന്നത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ അതേപടി ചെയ്യുക, അല്ലെ? അപ്പോ ഇതിലൊരു ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ തന്നെ ചൈതന്യ മഹാപ്രഭുവും രഥയാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹം ശ്രീവാസ ഠാക്കൂറിന്റെ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിള് ഗോവിന്ദനോട് പറഞ്ഞു, ഞാൻ വളരെ ടയേർഡാണ്, എൻ്റെ പാദം ഒന്ന് മസാജ് ചെയ്തു തരൂ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം നിലത്ത് കിടക്കുകയാണ്. അപ്പൊ ഗോവിന്ദ് പറഞ്ഞു, അങ്ങ് കാലൊന്ന് മാറ്റി തരാവോ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് ക്രോസ് ചെയ്ത് വേണ്ട, അദ്ദേഹത്തിന്റെ പാദം ക്രോസ് ചെയ്തിട്ട് വേണം ഗോവിന്ദന് ഇപ്പുറത്ത് വരാൻ, എന്നാലേ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിനക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാനെ മറികടന്ന് പോയി, അല്ലെ? ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയൊരു അപരാധമാണ്. സർവ പാപേഭ്യോ, അല്ലെ? അത് ഡെഫിനറ്റ്ലി ഹെല്ലിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോ മസാജ് ചെയ്ത ശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഓക്കെ ഗോവിന്ദ, ഇനി നീ പോയിട്ട് പ്രസാദം കഴിച്ചോളൂ, റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോ ചൈതന്യ മഹാപ്രഭു എണീറ്റിട്ട് ഗോവിന്ദനോട് പറഞ്ഞു. ഗോവിന്ദനെ നോക്കിയപ്പോൾ ഗോവിന്ദൻ ചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നീ എണീറ്റില്ലേ? നീ പോയിട്ട് പ്രസാദം കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല, അങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരുന്നു എന്ന് പറയാണ്. കാരണം അപ്പോ ചൈതന്യ മഹാപ്രഭുവിന് ഗോവിന്ദന്റെ മനസ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഗോവിന്ദൻ ആദ്യത്തെ പ്രാവശ്യം ക്രോസ് ചെയ്യേണ്ടി വന്നു, അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭഗവാനെ, അല്ലെ, ചൈതന്യ മഹാപ്രഭുവിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ആനുകൂല്യമായിട്ടുള്ളതായിരുന്നു, ഫേവറബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് അവിടെ ഒഫൻസ് വന്നില്ല ഫസ്റ്റ് ടൈം ക്രോസ് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഉദാഹരണം അറിയാം. ഗോപിമാരുടെ പാദധൂളി കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തലവേദന മാറ്റിയ ഒരു സ്റ്റോറി എല്ലാവർക്കും അറിയാം, അല്ലെ? അതും അവര് ബാക്കി എല്ലാവരും, അല്ലെ, നാരദമുനിയെ പോലുള്ള ഭക്തന്മാരെല്ലാം അത് ഞങ്ങള് ഭഗവാനെ എന്റെ പാദധൂളി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ കൊടുത്തില്ല. പക്ഷെ ഗോപികമാരുടെ ഭക്തി, അല്ലെ, ഭഗവാന് നമ്മള് നരകത്തിൽ പോയാലും വേണ്ടില്ല, ഭഗവാന്റെ തലവേദന മാറണം എന്നുള്ളതായിരുന്നു അവര് ചിന്തിച്ചിരുന്നത്. അപ്പൊ ഫേവറബിൾ ആയിട്ടുള്ളത് ചെയ്താൽ അത് ഒഫൻസ് അല്ല. രണ്ടാമത്തെ പ്രാവശ്യം ക്രോസ് ചെയ്തില്ല, അല്ലെ, അത് റിജക്റ്റ് ചെയ്തു.
എന്തിനാണ് ശരിക്കും ഭഗവാൻ പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല, അതും ശരിക്കും ഒരു അപരാധമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അത് അദ്ദേഹത്തിന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ക്രോസ് ചെയ്തില്ല. ഭഗവാന് രണ്ടാമത് എന്റെ കാര്യത്തിന് എനിക്ക് പ്രസാദം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും വേണ്ടി വീണ്ടും ഞാൻ ക്രോസ് ചെയ്താൽ എനിക്ക് അപരാധമായിരിക്കും എന്ന് അറിയാം ആയതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഗോവിന്ദന് ശരിക്കും അദ്ദേഹം ലിബറേഷൻ കൊടുത്തു. മഹാപ്രഭു അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഗോവിന്ദന് ലിബറേഷൻ കൊടുത്തു. അതാണ് ഒരു രണ്ടാമത്തെ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് രക്ഷിഷ്യതീതി വിശ്വാസോ എന്ന് പറഞ്ഞാല് ഭഗവാൻ കൃഷ്ണൻ വിശ്വാസം നൽകും എന്ന ഒരു ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെ. ഭഗവാൻ ഇല്ലാതെ നമുക്ക് ആർക്കും തന്നെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചാണ്ടിങ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ചാണ്ടിങ് നമ്മളെ നെഗ്ലക്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഭക്തിയെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഭക്തി ഞങ്ങളെ നെഗ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ എനിക്ക് തോന്നുന്നു 7ാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട്, ബാല്യസ്നേഹ ശരണം, അങ്ങനെ ഒരു ശ്ലോകം ആണ് അതില്. കാരണം എല്ലാം പറഞ്ഞു പോകാനുള്ള സമയമില്ല. അപ്പൊ അതില് എക്സാമ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിതാവിനും മാതാവിനും അവരുടെ കുട്ടിയെ സ്ഥിരമായിട്ട് രക്ഷിക്കാൻ കഴിയില്ല അല്ലെ. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ വേണം, സംരക്ഷണം വേണം എന്നുള്ളതിന്റെ ദൃഢവിശ്വാസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു വൈദ്യനും ഔഷധത്തിനും ഒരു സഫർ ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ ശാശ്വതമായിട്ട് മോചിപ്പിക്കാനാവില്ല. അവർക്ക് വലിയ ചെറിയ രീതിയിൽ അവർക്കൊരു ഇതുണ്ടാവും അല്ലെ. അങ്ങേയറ്റം അസുഖം വന്ന ഒരാളുടെ അവർക്ക് രോഗം വിമുക്തനാക്കാൻ കഴിയില്ല. പക്ഷെ ഭഗവാനിൽ ദൃഢവിശ്വാസമുണ്ട്, ഭഗവാൻ വിചാരിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു വഞ്ചിക്ക് രക്ഷപ്പെടുത്താനാവില്ല, ആർക്കും തന്നെ രക്ഷപ്പെടുത്താൻ ആവില്ല. ആത്യന്തികമായ ആശ്രയം എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനിൽ ആശ്രയം നേടുന്നവർ രക്ഷപ്പെടുന്നു, അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെ, ഗ്യാരണ്ടീഡ് ആണെന്നാണ് പ്രഭുപാദിന്റെ ഇതില് പേർപ്പെട്ടില് പറയുന്നത്. അതുപോലെ ധ്രുവ മഹാരാജനാണെങ്കിലും ഭഗവാനിൽ അത്രയും ചെറിയ കുട്ടിയാണ് അല്ലെ, അദ്ദേഹത്തിന് അത്രയും ഉറച്ച ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത്. പ്രഹ്ലാദ് മഹാരാജിന്റെ കേസ് എടുത്താലും അതുപോലെ തന്നെ, അതും ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ. നമ്മള് ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ ടേക്ക് കെയർ ചെയ്യും അല്ലെ. നമ്മുടെ ശരീരമാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ആണെങ്കിലും എല്ലാം ഭഗവാൻ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ദൃഢവിശ്വാസം നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഭഗവത്ഗീതയില് എനിക്ക് തോന്നുന്നു 9ാമത്തെ ചാപ്റ്റർ 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക എന്ന് അർജുനനോട് പറയാണ്. ഭഗവാൻ അല്ല പറയുന്നത്, അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പറഞ്ഞോളൂ. കാരണം എന്താണ്, ഭഗവാനാൽ സംരക്ഷിക്കാത്ത പക്ഷം അതിന് ഒരു പരിഹാര നടപടിയും ഫലപ്രദമാകില്ല എന്നുള്ളതാണ്. അതിനാൽ ഒരുവൻ ഭഗവാന്റെ അഹൈതുക കാരുണ്യത്തെ ആശ്രയിക്കണം. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് പറയാം അല്ലെ, ഞാൻ എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ പ്രഖ്യാപിക്കാം. പക്ഷെ അർജുനനോട് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. കാരണം അവിടെയും ഞാൻ ചിലപ്പോൾ ലംഘിച്ചേക്കാം, ഒരു ഭക്തൻ ഒരിക്കലും ലംഘിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാനുണ്ട്. പിന്നെ ഭഗവാൻ എപ്പോഴും എന്താ പറയാ, ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഭക്തന്മാരെ ഗ്ലോറിഫൈ ചെയ്ത് കാണാനാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ 4ാമത്തെ പോയിന്റ്, ഗോപ്തൃപ്തേ മരണം തഥ, ഭഗവാൻ തന്റെ രക്ഷകൻ അഥവാ യജമാനനായിട്ട് സ്വീകരിക്കുക അല്ലെ. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ അദ്ദേഹം പരിപാലിച്ചു കൊണ്ടുപോകും. അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആത്മനിക്ഷേപ, എല്ലാവർക്കും അറിയാമത്, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ സ്വയം സമർപ്പിക്കുക. അപ്പൊ നമ്മുടെ ഈഗോ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഫോൾസ് ഈഗോയും സറണ്ടർ ആവും അല്ലെ. ഫോൾസ് ഈഗോ സറണ്ടർ ആവുകയാണെങ്കിൽ അവിടെ റിയൽ ഈഗോയും സറണ്ടർ ആവും. റിയൽ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ മിഥ്യ അഹങ്കാരം, റിയൽ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ സർവീസ് ചെയ്യുക. അങ്ങനെ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് റിയൽ ഈഗോയും സറണ്ടർ ആവുന്ന പറഞ്ഞത്. ഉദാഹരണം ബലി മഹാരാജ്, അദ്ദേഹം വളരെ പ്രൗഡായിരുന്നു അല്ലെ. വാമനദേവൻ വന്നിട്ട് നമുക്കറിയാം എല്ലാവർക്കും 3 സ്റ്റെപ്സ് ചോദിക്കുന്നു, 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞു അല്ലെ. ബലി മഹാരാജ് അദ്ദേഹത്തിന്റെ ശിരസ് കുനിഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ശരണാഗതി അല്ലെ. 4ാമത്തെ പോയിന്റ് ആണ് കാർപ്പണ്യേ.
അപ്പോ കാർപ്പണ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹമ്പിൾ ആയിരിക്കുക എന്നുള്ളത്. മാമേകം ശരണം വ്രജ, ഭഗവത്ഗീതയില് 18ാമത്തെ അധ്യായത്തിൽ 66ാമത്തെ ശ്ലോകത്തിൽ പറയുന്നല്ലേ, അതും ശരണാഗതിയുടെ ലക്ഷണമാണ്. കൃഷ്ണ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു പാവ മാത്രമാണ്, എല്ലാം അങ്ങ് തന്നെയാണ്, അങ്ങാണ് പാവക്കൂത്തുകാരൻ എന്നുള്ള ഒരു മനോഭാവമാണ്. അപ്പോ ഇങ്ങനെയുള്ള മനോഭാവം അല്ലെ, ഇങ്ങനെയുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് വരിഷ്ഠരായ എല്ലാ ഭക്തരിലും ഉണ്ട്. നമ്മുടെ ഗുരുജനങ്ങളിലും ശ്രീല പ്രഭുപാദിലും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലെ അങ്ങനെ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പല സർവീസും നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വൈഷ്ണവരും സർവീസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മളെ പോലെ എന്നെ പോലുള്ളവരാണ് ഞാൻ പറഞ്ഞത്, അപ്രീസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നവരാകും, അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടാവും അല്ലെ. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു സർവീസ് അല്ലെ, പെട്ടെന്ന് നാളെ അത് മാറ്റുകയാണ്, ഇത് ചെയ്യണ്ട, അത് നിർത്തിവെക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോൾ നമ്മളത് എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെ, അത് ഭഗവാന്റെ തീരുമാനം അതാണ് അല്ലെ, അല്ലെങ്കിൽ എൻ്റെ ഗുരുവിന്റെ തീരുമാനം, ഗുരുവിന്റെ ആഗ്രഹം, ഡിസയർ അതാണ് എന്ന് കരുതണം അല്ലെ. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, അങ്ങനെയാണ് മെച്യൂരിറ്റി വർക്കൗട്ട് ചെയ്യുന്നത്. വിഷമം ആകും എന്നുണ്ടെങ്കിൽ അത് സംസിദ്ധിർ ഹരിദോഷണം അല്ല. സംസിദ്ധിർ ഹരിദോഷണം എന്ന് പറഞ്ഞാൽ എന്താ, പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുക അല്ലെ. നമ്മൾക്കത് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ആ സംസിദ്ധിർ ഹരിദോഷണം അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്ന വിശിഷ്ടമായ പരിപൂർണത ഒരാൾക്ക് പ്രാപ്തമാകുന്നു. അതും ശ്രീമദ് ഭാഗവതത്തിലെ 1ാമത്തെ സ്കന്ധത്തില് 2ാമത്തെ ശ്ലോകത്തിൽ 13ാമത്തെ അധ്യായത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അവിടെയും നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, ഫീലിംഗ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് എല്ലാം നമ്മളുടെ കഴിവുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. ഇതെല്ലാം നാം ഓരോരുത്തരും അനലൈസ് ചെയ്ത് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം. അതാണ് നമ്മളെ ഗുരുജനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഉദാഹരണത്തിന് മായാപൂർ നമുക്കറിയാം, ബിഗ് സീറോ ആയിരുന്നു അല്ലെ. അങ്ങനെ ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരുമരാജനോട് ശീല പ്രഭുപാദർ പറഞ്ഞു, ഞാൻ ഈ ലാൻഡ് നിനക്ക് തന്നിരിക്കുകയാണ്, അത് ഡെവലപ്പ് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. പല ആൾക്കാരും അത് ചെയ്യാൻ പറ്റാണ്ട് വിട്ടുപോയി. പക്ഷേ ജയപതാക സ്വാമി ഗുരുമരാജ് ശീല പ്രഭുപാദ് കൊടുത്ത ആ സർവീസ് ഹൃദയത്തിലേറ്റി അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ആ സർവീസ് ഇഷ്ടമായിരുന്നു അല്ലെ. ശ്രീല പ്രഭുപാദ് പറഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേ ഇല്ലാതിരുന്നു. ഗുരുവിന്റെ നിർദ്ദേശമാണ് അല്ലെ, എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സർവീസ് കിട്ടി. അല്ലെങ്കിൽ തന്നെയും അത് അനിഷ്ടമൊന്നും തന്നെ അവിടെ പ്രസക്തിയില്ല. ഗുരു പറഞ്ഞു ചെയ്യുക അല്ലെ. നമുക്ക് നാളെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും ആ സർവീസ് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. പിന്നെ വേറൊരു ഇത് പറയാണ്, അതും ക്ലാസ്സിൽ കേട്ടതാണ്. ഹിസ് ഹോളിനെസ് രാധാനാഥ് മഹാരാജിന്റെ ഡിസേബിൾ ഗൗരംഗദാസ് പ്രഭു അല്ലെ. അദ്ദേഹം എന്താ പറയാ, IIT ടോപ്പർ ആയിരുന്നു. ഇന്റലക്ച്വലി അദ്ദേഹം വളരെ പവർഫുൾ ആണ്, കേപ്പബിൾ ആണ്. അപ്പോൾ ശാസ്ത്രം നന്നായിട്ട് വളരെ ഈസി ആയിട്ട് അദ്ദേഹം പഠിച്ചു. ടീച്ചിങ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുരു രാധാനാഥ് മഹാരാജ് ഗൗരംഗദാസ് പ്രഭുവിനോട് പറഞ്ഞു, കുറച്ചു നാളത്തേക്ക് ഇനി ടീച്ചിങ് വേണ്ട, നിനക്ക് ഞാൻ വേറെ സർവീസ് തരാം എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ എക്കോ വില്ലേജിന്റെ പ്രോജക്റ്റ് അല്ലെ, അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ്, അത് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് അത് സക്സസ് ആയി കണ്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, മഹാരാജ് ഗൗരംഗ പ്രഭുവിന് മെഗാ കിച്ചൺ അതിന്റെ പ്രോജക്റ്റ് കൊടുത്തു അല്ലെ. നമ്മള് യാത്ര പോയവർക്കറിയാം, എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഈ കഴിഞ്ഞ യാത്രയിൽ ഉണ്ടായിരുന്നു. വൃന്ദാവനിൽ പോകാൻ വേണ്ടിയിട്ട് 10,000 20,000 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതിന്റെ എല്ലാത്തിന്റെയും പുറകില് ഗൗരംഗ ദർശൻ പ്രഭു ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം വളരെ സക്സസ് ആയിരുന്നു, 100% സക്സസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഗുരു എന്ത് ചെയ്തു, ആ ഗൗരംഗ പ്രഭുവിൽ ഉണ്ടായിരുന്ന പൊട്ടൻസി കണ്ടു അല്ലെ. പ്രീച്ചിങ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്കിൽ സെറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും ഈ ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും ചെയ്യാൻ സാധിക്കും എന്ന് ഗുരുവിന് മനസ്സിലായി അല്ലെ. ഡിസേബിളിന് ആ ഒരു പൊട്ടൻസി അറിയില്ല, ഗുരുവിന് മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കും എന്ന് ഗുരു മനസ്സിലാക്കിയിട്ടാണ് ഗുരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സർവീസ് എല്ലാം മാറ്റി വേറെ സർവീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ ഇനി അത് കഴിഞ്ഞപ്പോ ഇനി നിനക്ക് പ്രീച്ചിങ്ങും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം വീണ്ടും ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അദ്ദേഹം വീണ്ടും
എന്ത് ചെയ്തു, പ്രീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാർപ്പണ്യ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു കുന്തി ദേവിയും പാണ്ഡവന്മാരും ഒക്കെ ചെയ്തത്. എല്ലാവരും അത്രത്തോളം ഭഗവാനില് ശരണാഗതി പ്രാപിച്ചവരായിരുന്നു. അതുപോലെ 15ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയില് 15ാമത്തെ ശ്ലോകം, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമപോഹനം ച വേദേശ സർവൈരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവ ചാഹം. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, എല്ലാം ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലെ, ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. സർവ്വജീവികളുടെയും ഹൃദയത്തില് ഞാൻ വാഴുന്നു, സ്മരണയും ജ്ഞാനവും മറവിയും എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പോ ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവരുടെ തലത്തിനനുസരിച്ചിടപെടുന്നു അല്ലെ. മായാശക്തിയുടെ സംരക്ഷണത്തിലോ അല്ലെങ്കിൽ കൃഷ്ണന്റെ സംരക്ഷണത്തിലോ വർത്തിക്കുക എന്നതാണ് ജീവാത്മാവായ നമ്മളുടെ അവസ്ഥ. അപ്പോ സ്വന്തം അർപ്പിച്ചു കഴിയുമ്പോ ജീവാത്മാവ് ഭഗവാന്റെ സംരക്ഷണത്തിലാവുകയും ഭഗവാൻ അയാൾക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള ബുദ്ധി കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. എന്നാൽ മായാശക്തിയുടെ കീഴിലായതിനാൽ അഭക്തൻ കൃഷ്ണനുമായുള്ള തന്റെ ബന്ധം കൂടുതൽ വിസ്മരിക്കുന്നു അല്ലെ. ഒരുവന്റെ മറവിക്ക് കൃഷ്ണൻ കാരണമാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്യുന്ന, സ്വയം ഭക്തനെ ഭൗതിക കർമ്മങ്ങളെ കുറിച്ച് വിസ്മരിപ്പിക്കുന്നു. മായാശക്തി വഴി ഭഗവാൻ അഭക്തനെ ഭഗവത് സേവനത്തെ കുറിച്ച് വിസ്മരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ പറയുന്ന അഭോഗനം എന്ന പറയുന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മായാശക്തിയിൽ കൂടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അഭക്തനെ ഭഗവത് സേവനത്തെ കുറിച്ച് വിസ്മരിപ്പിക്കുന്നു. പിന്നെ ശരിക്കും ഭഗവാന്റെ സ്വയം ഭക്തനെ എന്ത് ചെയ്യുന്നു, ഭൗതിക കർമ്മങ്ങളെ കുറിച്ച് വിസ്മരിപ്പിക്കുന്നു. അവിടെ മറവി സംഭവിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ശരണാഗതിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കാർപ്പണ്യെ അല്ലെ, ഹ്യൂമിലിറ്റിയുടെ ഒരു ശ്ലോകം. മാതാജി ഒരു 5 മിനിറ്റ് കൂടെ എടുക്കാനുണ്ടോ മാതാജി? തീർച്ചയായിട്ടും മാജി, തീർച്ചയായിട്ടും. അത് ഒരു ശ്രീപാദ് രാമാനുചാര്യരുടെ ഡിസൈപ്പിളായ കുരേഷ്, അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് ടൈംസ് ആണ് രാമാനുചാര്യരുടെ. അപ്പൊ ഈ രാമാനുചാര്യരുടെ വളരെ എന്താ പറയാ ഇഷ്ടമുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു കുരേഷ്. അപ്പൊ കുരേഷ് എല്ലാവർക്കും ഇത് അറിഞ്ഞ ശ്ലോകമായിരിക്കാം. ഞാനിത് ഈ ഒരു പാസ്റ്റ് ടൈംസ് ആയിരിക്കാം, ഈ ഒരു പാസ്റ്റ് ടൈംസ് ചെല്ലണം എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ മധുരയിൽ പോയപ്പോ ഗുരുവാജ്ഞ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇതിന്റെ ഒരു സ്കിറ്റും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പറയണമെന്ന്, എന്തായാലും സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് ഞാനൊന്ന് ഓടിച്ച് പറയാം. അപ്പോ ശരിക്കും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോള ഡൈനാസ്റ്റിയിലെ രാജാവ് രാമാനുചാര്യരുടെ അവരുടെ സദസ്സിലോട്ട് വിളിക്കുകയാണ്. എന്താണ് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തിയോളജിക്ക് സർദർ ചെയ്യുക അല്ലെങ്കിൽ മരണം കൈവരിക്കുക എന്ന് പറഞ്ഞിട്ട് രാമാനുചാര്യരുടെ ഫോഴ്സ്ഫുള്ളി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾജിയേഴ്സിനെ വിടുകയാണ് അവിടെ വന്നിട്ട്. അപ്പോ കുരേഷ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഡിസൈപ്പിള് രാമാനുചാര്യരുടെ അടുത്ത് പോയിട്ട് പറയാണ്, അങ്ങ് പോവണ്ട, ഞാൻ അങ്ങേക്ക് പകരം പൊക്കോളാം, ഞാൻ ഗൃഹസ്ഥനാണ്, അപ്പൊ എന്റെ വസ്ത്രങ്ങൾ അങ്ങ് ഇടുക, അങ്ങയുടെ വസ്ത്രങ്ങൾ ഞാൻ ഇട്ടുകൊണ്ട് സാഫ്രോൺ ക്ലോത്ത് ഇട്ടുകൊണ്ട് ഞാന് കാരണം അവർക്ക് ആർക്കും രാമാനുചാര്യരെ അറിയില്ലല്ലോ, അങ്ങേ ആർക്കും അറിയില്ല അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് തമ്മിലെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ അവിടെ പൊക്കോളാം എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന് രാമാനുചാര്യർക്ക് വിഷമമുണ്ട് ഇദ്ദേഹത്തിനെ വിടാൻ വേണ്ടിയിട്ട്. എന്നാലും ഗുരു ആണല്ലോ, അദ്ദേഹത്തിന് അറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ ശിഷ്യന് അതിന്റെ പ്രശസ്തി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ കുരേഷിന്റെ ഹൃദയം അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടും അദ്ദേഹം അതിനെ അലൗ ചെയ്യുകയാണ്. നീ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുരേഷിനെ വിടുകയാണ്. കുരേഷ് എന്ത് ചെയ്തു, അങ്ങനെ അവിടെ ആ സദസ്സിൽ ചെല്ലുന്നു. ആ സദസ്സിൽ ചെന്നിട്ട് ഒരുപാട് സ്കോളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ സ്കോളേഴ്സിനെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ എല്ലാവരെയും അദ്ദേഹം തോൽപ്പിക്കുകയുണ്ടായി. അത് കണ്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, കുരേഷിന്റെ കൂടെ വേറൊരു ശിഷ്യനും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പേര്, മഹാപൂർണ. രണ്ടുപേരുടെയും കണ്ണില് പിന്നെ
കമ്പി കൊണ്ട് കുത്തി അവരെ രണ്ടുപേരുടെ ചൂടുള്ള കമ്പിയായിരുന്നു, രണ്ടുപേരുടെ കണ്ടും പൊട്ടിക്കുകയുണ്ടായി. അതപ്പോൾ കഴിഞ്ഞിട്ട് അദ്ദേഹം കുരേഷ് അവരുടെ ഈ പ്രവൃത്തി ചെയ്ത ആൾക്കാരോട് പറഞ്ഞു, എന്തായിരുന്നാലും രണ്ട് കൈയും കൂപ്പിയിട്ടാണ് പറഞ്ഞത്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ എൻ്റെ ഗുരുവിനെ, എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഗുരുവിനെ വളരെ ഇന്റിമേറ്റ് സർവീസ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുകയാണ്, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുന്നു. അപ്പോ അദ്ദേഹം പറയാണ്, അവിടുത്തെ ഈ പ്രവൃത്തി ചെയ്ത എക്സിക്യൂഷനേഴ്സ് തന്നെ അവർക്ക് തന്നെ വിഷമമായി അല്ലെ അവര്. അപ്പോൾ ശരിക്കും അദ്ദേഹം പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങള് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണല്ലോ ചെയ്തത് എന്ന് വരെ അവർക്ക് തോന്നി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നെ രാമാനുചാര്യരുടെ അദ്ദേഹത്തിനോട് പറയാണ്, ഞാൻ നിന്നോട് നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്ന് രാമാനുചാര്യർ പറയാണ്. അത് കഴിഞ്ഞിട്ട് കുരേഷ് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഒന്നുകൊണ്ടും എന്നെ കുറിച്ച് വിഷമിക്കണ്ട, എനിക്ക് യാതൊരു വിധത്തിലുള്ള പെയിനും ഒന്നും തന്നെ ഇല്ല, ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സർവീസ് അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഞാന് നരസിംഹദേവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്, നരസിംഹദേവനോട് പ്രാർത്ഥിക്കാൻ രാമാനുചാര്യര് പറയാണ്. അപ്പൊ കുരേഷ് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? അദ്ദേഹം പ്രാർത്ഥിച്ചത് എൻ്റെ കണ്ണുകൾ കിട്ടണം എന്ന് പ്രാർത്ഥിക്കാനാണ് രാമാനുചാര്യര് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചത്, എൻ്റെ ഡിസയർ, എൻ്റെ കണ്ണുകൾ കിട്ടുന്നതിനേക്കാൾ എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവരെ മോചിപ്പിക്കണം, അവരെ വൈകുണ്ഠത്തിൽ എത്തിക്കണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരെ വൈകുണ്ഠത്തിലേക്ക് എലിവേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോ ശരിക്കും അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമം തോന്നി അല്ലെ, കാരണം കണ്ണ് ചോദിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ വീണ്ടും അദ്ദേഹം അമ്പലത്തിൽ വന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ, ഭഗവാൻ എൻ്റെ ആഗ്രഹമെല്ലാം സാധിച്ചല്ലോ അല്ലെ. അപ്പോ അതുപോലെ തന്നെ എനിക്ക് ഇനി വേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ എൻ്റെ ഞാൻ തിരിച്ച് ഈ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകമൊന്നും എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമില്ല. എൻ്റെ ഹൃദയം കൊണ്ട് എനിക്ക് എൻ്റെ ഭഗവാനെയും ഗുരുവിനെയും കാണാൻ കഴിയണേ എന്നാണ് വീണ്ടും പ്രാർത്ഥിച്ചത്. എന്നിട്ടും കണ്ണ് വേണമെന്ന് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും അങ്ങനെ തന്നെ ഒരു ബൂൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായ രാമാനുചാര്യരെ കാണാം, ഓൾട്ടറിലിരിക്കുന്ന ഭഗവാനെയും കാണാം. അപ്പോ ശ്രീപാദ് രാമാനുചാര്യരുടെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഓൾട്ടറിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കുരേഷിനോട് ചോദിക്കുകയായിരുന്നു, ഭഗവാൻ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, ഏത് മകുടാ വെച്ചിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോ, ഏത് പൂമാലയാണ് ഇട്ടിരിക്കുന്നത് എല്ലാം ചോദിച്ചപ്പോൾ രാമാനുചാര്യരോട് കുരേഷ് എല്ലാം വളരെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാര്യവും ചോദിച്ചു, ഞാൻ എവിടെ നിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, എനിക്ക് സ്പിരിച്വൽ വേൾഡിലോട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാനോട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറയുകയാണ് ഭഗവാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ ക്ലോസ് ആയിട്ട് ആരാണോ എൻ്റെ കൂടെ ഉള്ളത് അവർക്കും കൂടെ സ്പിരിച്വൽ വേൾഡിൽ എത്തിക്കണം എന്ന് പറയുകയാണ്. അപ്പോ ഇത് അറിഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ വിഷമമായി. കുരേഷിന്റെ സമയം കഴിഞ്ഞു, കുരേഷ് പോകാനായി എന്ന് അദ്ദേഹത്തിന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. പക്ഷെ രാമാനുചാര്യർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ തോളിക്കിടന്ന ചതറെടുത്ത് ഇങ്ങനെ എയറിൽ എറിഞ്ഞു എന്നാ പറഞ്ഞത്. എയറിൽ എറിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു സന്തോഷം കൊണ്ട് അവിടെ ഒക്കെ ഡാൻസ് ചെയ്തു പറയുന്നു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അങ്ങ് ഹരേ കൃഷ്ണ, വളരെ സന്തോഷത്തിലാണല്ലോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമാണ്, അങ്ങ് അറിഞ്ഞില്ലേ അദ്ദേഹം ഇങ്ങനെ ശരീരം വെടിയേണ്ട സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ രാമാനുചാര്യർ പറയാണ്, അദ്ദേഹത്തിന് വീണ്ടും ഒരു ബെനഡിക്ഷൻ കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ, അയാളുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവർക്കും സ്പിരിച്വൽ വേൾഡിൽ പോകാൻ കഴിയും. അത് ഞാൻ അയാളുടെ ഗുരുവാണ്, ഐ ആം ഓൾസോ ക്ലോസ് ടു ഹിം, ദാറ്റ് മീൻസ് ഐ വിൽ ഓൾസോ ലെറ്റ് ഗോ എന്നാ പറയുന്നത്. അതാണ് രാമാനുചാര്യരുടെ ഹ്യൂമിലിറ്റി. അപ്പൊ ആ ഇതില് ശരിക്കും ശീലപ്രഭുപാദർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരു ശിഷ്യ ബന്ധം അല്ലെ, ഗുരുവിന്റെ ഹ്യൂമിലിറ്റിയും അതുപോലെ തന്നെ
ഗുരുവിനോടുള്ള ശിഷ്യന്റെ ആ ഒരു എന്താ അദ്ദേഹത്തിന്റെ ശരണാഗതി, ഗുരുവിന് ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ, അതായിരുന്നു ഈ ഖുരേഷിന്റെ ഹ്യൂമിലിറ്റിയും ആണ് ഇവിടെ പറയുന്നത്, ശരണാഗതിയുടെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം നമ്മളെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ കുന്തി മഹാറാണിയാണ് അല്ലെ. കുന്തി മഹാറാണിയുടെ ശരണാഗതിയാണ് ഇന്നത്തെ ശ്ലോകത്തിലെ ഹൈലൈറ്റ് എന്നതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ശീല പ്രഭുപാദർ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് കൃഷ്ണാവബോധത്തില് എപ്പോഴും നിലനിൽക്കുക. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴും, കാരണം സന്യാസിമാര് വരെ ഫോൾ ഡൗൺ ആയിട്ടുള്ള കേസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, എന്നും എന്താ പറയുക, എന്നെയും ഞങ്ങളെ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും ഈ കൃഷ്ണാവബോധത്തിൽ തന്നെ അങ്ങേയറ്റം വരെയും നിലനിർത്തിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എല്ലാ സാഹചര്യത്തിലും അപകടകരമായ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ കൃഷ്ണാവബോധം ഒരു കാരണവശാലും വിടാൻ പാടില്ല. കൃഷ്ണാവബോധം സ്വീകരിച്ച് തന്നെ നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ ആ ഒരു വിശ്വാസം അർപ്പിച്ചാൽ നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ അപകടം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിയൊരു ജനനം അല്ലെ ജന്മ മൃത്യു ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മളും ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ച് നമ്മളും ഭഗവാന്റെ എന്താ പറയാ ശുദ്ധഭക്തി സേവനം ചെയ്ത് ഭഗവാനെങ്കിൽ എത്തണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ ശീല പ്രഭുപാദർ നമ്മുടെ ഈ കുന്തി മഹാറാണിയുടെ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുന്തി മഹാറാണിയുടെ ഈ ശ്ലോകത്തില് ശരണാഗതി അല്ലെ, അപ്പോ ശരണാഗതി എന്നത് ഒരുവിധം എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു തരിക. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഒരുപാട് നന്ദിയുണ്ട് മാതാജിക്കും അതുപോലെ പ്രഭുവിനും എനിക്ക് വീണ്ടും ഒരു അവസരം ഈ സത്സംഗത്തിൽ തന്നതിന്. ഹരേ കൃഷ്ണ. ഞങ്ങളാണ് താങ്ക് യു പറയേണ്ടത് മാതാജി, ക്ലാസ് എടുത്തതിന്. താങ്ക് യു സോ മച്ച് മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, വളരെ നല്ല ക്ലാസ്. മാതാജി ഒരു മഴവെള്ളപ്പാച്ചില് പോലെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാതാജി. വളരെ നല്ല ക്ലാസ്. എന്തായാലും കുന്തി ദേവിയുടെ പോലെ എന്ന് വെച്ചാല് മാതാജി എല്ലാ വിഷമവും തന്നോളും അങ്ങനെ ആവാൻ മാത്രമുള്ള അതൊന്നും ആവുന്നും തോന്നണില്ല മാതാജി. കാരണം നമുക്കില്ല, ശക്തിയില്ല നമുക്ക് അത്രയും. അത് അപ്പൊ പിന്നെ അതുപോലെ തന്നെ മാതാജി എനിക്കൊരു കാര്യം, നമ്മൾ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോ കുന്തി മഹാറാണിയുടെ പുസ്തകങ്ങള്, കുന്തി ദേവിയുടെ പ്രേയേഴ്സ് കൊടുക്കാൻ നേരത്തെ പല ആളുകളും ചോദിക്കുന്ന അവർക്കൊരു പേടിയാണ് സത്യം. കുന്തിയുടെ ഇതല്ലേ വിഷമങ്ങളൊക്കെ എനിക്ക് നമ്മുടെ പ്രേയേഴ്സ് വാങ്ങിച്ചാൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ അതൊക്കെ തന്നിട്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒരു അതിന്റെ ഒരു യഥാർത്ഥ അതിൽ ഉൾക്കൊള്ളാനുള്ള അത്ര ഉയർച്ച നമുക്കില്ല എന്ന് പോലും അപ്പൊ മറ്റുള്ളവർക്ക് അത്ര പോലും ഉണ്ടാവും. ആ ഒരു ഇതാണ് അവർക്ക് ആ പ്രേയേഴ്സ്. പക്ഷെ ചില പ്രേയേഴ്സ് ഒക്കെ പറയുമ്പോ അവര് മേടിക്കും, കൃഷ്ണായ വാസുദേവായ നമോ, അതൊക്കെ അതിനുള്ളതാണെന്ന് പറയാം. പക്ഷെ ചില ആൾക്കാർക്ക് അറിയാവുന്നവരുണ്ട്, അവര് പറയും ഈ വിവിധ സന്ത മാതാജി ഇപ്പൊ എടുത്ത ശ്ലോകമൊക്കെ അവര് പറയും അയ്യോ വീണ്ടും വീണ്ടും വിഷമം തന്നോട്ടെ എന്ന് പറയും. ഈ വിഷമം പറ്റില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ മാതാജി അതിന്റെ യഥാർത്ഥ ഇതില് നമ്മളെ അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തരുന്നതിൽ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. അതാണല്ലോ മാതാജി, നമ്മളെ പോലെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. നമ്മൾ ഓരോ കാര്യവും ചിന്തിക്കണം എന്നാണ് പറയുന്നത്. നമുക്കത് കാരണം നമ്മൾ അത്രത്തോളം ശരണാഗതി പ്രാപിച്ചിട്ടില്ലല്ലോ മാതാജി. നമ്മളൊക്കെ എന്താ പറയാ, നമ്മുടെ വിഷമങ്ങളാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത്. അതേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രിഫറൻസ് വരെ ഭഗവാനെ എന്റെ വിഷമതിന്ന് രക്ഷിക്കണെന്നാ നമ്മള് പറയുള്ളൂ. അതെ അതെ മാതാജി. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുള്ളൂ. ബാക്കി നമ്മളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭഗവാന് സ്തുതിക്കണം, ഭഗവാന് നന്ദി പറയണം, അതൊക്കെ ആ കേട്ട് നമ്മളിലുണ്ടെങ്കിൽ പറയുമെങ്കിലും പിന്നെ നമ്മുടെ മനസ്സിൽ മുന്തി വരിക നമ്മുടെ വിഷമം, അത് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് മാതാജി. അപ്പോ ആവണമെങ്കിൽ എത്രയോ ഉയരേണ്ടിയിരിക്കുന്നു മാതാജി. എങ്കിലും അതിന് ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ മാതാജി. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇസ്കോണിൽ വന്ന ശേഷമാണ്
ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതും, അതുകൊണ്ട് നമുക്ക് ഭഗവാനെ വിട്ട് മറ്റ് ഡെമിഗോഡ്സിന്റെ അടുത്തൊന്നും നമുക്ക് പോകേണ്ടതില്ല എന്നുള്ളത് നമുക്കിപ്പോ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മാതാജി, ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടും, അദ്ദേഹം ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് ഉള്ളതെല്ലാം പോവും എന്നൊക്കെ ഉള്ള ഒരു ധാരണ നമുക്ക് പണ്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട് മാതാജി, ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ അടുത്ത് അതെ ഇപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മള് ഭഗവാന്റെ അടുത്താണെങ്കിൽ എല്ലാം കഷ്ടം, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് കഷ്ടങ്ങളെ കിട്ടുള്ളൂ എന്ന് അതെ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഇനിയുണ്ട്. നമുക്ക് ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ബോധ്യം പറഞ്ഞ, എത്രയോ നമ്മൾ ക്ലാസ് കേട്ട് എത്രയോ ജപിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു വിശ്വാസം വന്നിരിക്കുന്നത്. അപ്പൊ ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി, പ്രണാമം. ഹരേ ബോൾ. ഹരേ കൃഷ്ണ, പ്രണാം മാതാജി. ഹരേഷ്ണ മാതാജി, ഹരേഷ്ണ മാതാജി, ഇതുപോലെ എന്നോടും പറയാറുണ്ട്. നിങ്ങൾ എല്ലാ വ്രതം എടുക്കും, എല്ലാ ഭഗവാനെയും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിച്ച് ഈ തരമായി ഞാനൊരു 8 ഓപ്പറേഷൻ കഴിഞ്ഞ ഇതാണ് മാതാജി. ഇപ്പൊ ഈ ഇടയ്ക്കൊന്ന് വീണു. പിന്നെ അതിന്റെ ഒരു വർഷം മുൻപ് എന്റെ ഹസ്ബൻഡ് ഒന്ന് ഹാർട്ട് അറ്റാക്ക്, അവർക്ക് ബൈപ്പാസ് കഴിഞ്ഞതാണ്, 2 അറ്റാക്ക് കഴിഞ്ഞ് 3 അറ്റാക്ക് വന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ ദൈവത്തിന് കൂടുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന് ഇങ്ങനെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അവര് ഈ 25 വർഷമായിട്ട് ചത്തുപോകാണ്ട് ഇരുന്നത്. അല്ലെങ്കിൽ പണ്ടേ പോയിട്ടുണ്ടാവും. ആൾക്കാർ അറ്റാക്ക് ആകുമ്പോഴേക്കും അപ്പോഴേക്ക് ചത്തുപോകണില്ലേ? അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ് സമാധാനിക്കും മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കണ്ണിൽ വരുന്നത് കുരിയത്തായിട്ട് പോകുന്നെന്ന് പറയുന്നുണ്ടല്ലോ മാതാജി. അതെ അതെ അതാണ് നമ്മള് ചിന്തിക്കേണ്ടത് അല്ലേ? അതെ 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 മാതാജി. ഹരേ ആ കൃഷ്ണ. കർമ്മം കുറച്ച് തരുന്നു എന്നുള്ളതാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജി ദണ്ഡോത് പ്രണാം. മാതാജി വളരെ നല്ല ഹരേ ഗംഭീര കൃഷ്ണ. ക്ലാസ് നന്നായിരുന്നു മാതാജി. സന്തോഷം, വളരെ നല്ല ക്ലാസ് മാതാജി, നന്നായിരുന്നു മാതാജി. ഇതിന്റെ ഹരേ ഇടയിൽ കൃഷ്ണ. ഒരു റിയലൈസേഷൻ പറയൂ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ മാതാജി, പ്ലീസ്. പറയൂ പ്രഭു, കേൾക്കാൻ ഭയങ്കര ഓക്കെ. ഇഷ്ടമാണ്. പറയൂ പ്രഭു. നന്ദി മാതാജി, നന്ദി. അതായത് ഞങ്ങളുടെ ഒരു ഗോഡ് സിസ്റ്റർ, ഹെർ ഗ്രേസ് ജ്യേഷ്ഠ മാതാജി, ഒരു മാതാജി ഉണ്ട്. അപ്പൊ ആ മാതാജിയുടെ അടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മളൊരു ചോദിച്ചപ്പോ മാതാജി തിരിച്ചു പറഞ്ഞ ആൻസർ, റിവേഴ്സൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ റിവേഴ്സൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായി മുന്നോട്ട് പോകുന്നു പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മാതാജിയുടെ ചോദിച്ച മാതാജി പറഞ്ഞത്, മാതാജി പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ സാധനയിൽ പുറകോട്ട് പോകും. ബുദ്ധിമുട്ടുകളൊന്നും കൃഷ്ണൻ തരാത്തത് കൊണ്ട് നമ്മൾ ഭഗവാൻ സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മൾ ഭഗവാനെ വിടുമോ? ബുദ്ധിമുട്ടുകൾ വന്നില്ലെങ്കിൽ സാധനയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പൊ ഇത് എടുത്ത് പറയുമ്പോ അത് എന്താണ് മാതാജി പറഞ്ഞതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കൃഷ്ണനെ വിട്ടുകളയുമോ? അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പരീക്ഷണം. ഇപ്പൊ സാധാരണ റിവേഴ്സൽസ് ഒന്നും നമ്മുടെ ലൈഫിൽ വന്നില്ല എങ്കിൽ നമ്മൾ ആ സോഷ്യൽ എന്നും ചെയ്യുന്ന പോലെ കണ്ടിന്യൂ ചെയ്തു പോകാം. പക്ഷെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഇത് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഒരുപാട് ഭക്തന്മാര് കൃഷ്ണനെ വിടാതെ കൊണ്ടുപോകുന്നു. അവര് വെച്ച് നോക്കുമ്പോ ഒന്നും അല്ല പ്രഭു എന്നാണ് ആ മാതാജി പറഞ്ഞെന്നാണ് പിന്നെ നമ്മൾ ഒരുപാട് ദൂരം ഇനിയും നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ പറഞ്ഞതല്ലേ പ്രഭു? ആണ് മാതാജി, ആണ്. അപ്പോ അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കുന്ന ഈ കാലത്ത് നമ്മൾ നാമം ജപിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ നാമം ജപിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് മാതാജി. വലിയ റിയലൈസേഷൻ ആണ് മാതാജി പറഞ്ഞത്. അന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇത് ഇപ്പോ ഈ കുന്തി പ്രയർ കേൾക്കുമ്പോ അത് മനസ്സിലാക്കാൻ കഴിയുന്നു. നന്ദി മാതാജി, വളരെ സന്തോഷം, നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അപ്പോ ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഹരേ കൃഷ്ണ ഓക്കെ മാതാജി. മാതാജി, ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ക്ലോസ് ചെയ്യട്ടെ മാതാജി അപ്പോ? ഓക്കെ മാതാജി. വാഞ്ചാ കൽപ്പതരൂപേണ താങ്ക് യു മാതാജി. നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവന്തിക്ക് ജയ്. ശീല പ്രഭുപാദ് ശീല ഗുരുദേവ് കി ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദ. ഹരേ ഹരേ ബോൾ. ഹരേ താങ്ക് യു കൃഷ്ണ. മാതാജി. ഹരേ ഹരേ കൃഷ്ണ.